പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്ത. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിശ്ചിതമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎഇയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി, ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എത്ര കാശ് കൊടുത്താലും ശരി. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല സാർ.